മക്കളെ വെറുതെ മരിച്ചാ പോരാ, വെറുതെ മരിച്ചാ പോരാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടി വേണം മരിക്കാൻ, മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ പറയുന്നത്? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, പാതിരാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കരച്ചിൽ കേട്ടിട്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എഴുന്നേൽക്കുന്നത്. ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് കരഞ്ഞ് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുജൂദിൽ കടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തേ നബിയെ ഉറപ്പില്ലേ നബിയെ, ഉറപ്പില്ലേ നബിയെ? ആയിഷ, ഒരു മനുഷ്യന്റെ ഹൃദയമെന്ന് പറയുന്നത് അതാ നൂലിൽ കെട്ടിയിരിക്കുന്ന പട്ടം പോലെയാ, കെട്ടിത്തൂക്കി കെട്ടിയിരിക്കുന്ന പട്ടം പോലെയാണ്. കാറ്റടിക്കുമ്പോ അത് എങ്ങോട്ട് വേണമെങ്കിലും പറക്കുമല്ലോ, കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറക്കുമല്ലോ. ഇതുപോലെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയമെന്ന് പ്രവാചകൻ അവിടെന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയെത്രയോ മഹാന്മാരുടെ ചരിത്രം പഠിച്ചവരാ. ജീവിച്ചിരുന്ന കാലം മുഴുവനും മുസ്ലിമായി ജീവിച്ചിട്ട് അവസാനം കാഫിറായി മരിച്ചുപോയി എത്രയോ പേരുടെ ചരിത്രം നമുക്കറിയാം. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയായിരുന്നു. പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തിരുന്നു. പഠിച്ചവരെ, പ്രവാചകം ദുആ ചെയ്യുമ്പോ ആമീൻ പറഞ്ഞ അൽകമ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പഠിച്ചവരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികൾ പോലും ഈമാനില്ലാതെ മരിച്ചു പോയില്ലേ? അതാ പഠിച്ചവനെ, എത്രയെത്രയോ മഹത്തുക്കള്. നിങ്ങളുടെ കഥയറിയുമല്ലോ, അതാ വലിയകളുടെ ചരിത്രം അറിയുമല്ലോ. അതാ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബല്ലാഹുവിനെ ബാഗൂറ എന്ന് പറയുന്ന മനുഷ്യന്റെ ചരിത്രം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവസാനം അവിടുന്ന് പട്ടിയെ പോലെ ചത്തുപോയെന്ന് ചരിത്രം പറയുമ്പോ, പെങ്ങളെ, ഒറ്റ നിമിഷം കൊണ്ട് തലകീഴായി തിരിഞ്ഞു പോകും പെണ്ണേ. ജീവിതത്തിൽ പ്രയാസവും ദുഃഖവും രോഗവും വേദനയും രോഗങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോ ഒറ്റ സെക്കൻഡ് കൊണ്ട് സർവ്വതും അവസാനിപ്പിക്കാൻ തോന്നുകയാ. പഠിച്ചവരെ, അവസാനം മോശമായി പോകുന്ന കഥ നമ്മൾ വായിച്ചവരല്ലോ. എങ്കിലും ജീവിച്ചിരിക്കുന്ന കാലത്ത് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടന്നിട്ട് അവസാനം മരണമെടുത്തപ്പോ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നിട്ട്, അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നിട്ട് മുസ്ലിമായി മരിച്ചുപോയി എത്രയോ പേരുടെ ചരിത്രം നമുക്കറിയാം. ഒരു സുജൂദ് പോലും ചെയ്യാതെ സ്വർഗത്തിൽ പോയ സ്വഹാബിയില്ലേ? പഠിച്ചവരെ, ഒരു സുജൂദ് പോലും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. മുസ്ലിമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന രണാങ്കണത്തിൽ വെച്ചാണ് ഒരു സ്വഹാബി കടന്നു വന്നോ. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കടന്നു വന്നോ. മുഹമ്മദേ, എനിക്ക് മുസ്ലിമാകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. ആ മനുഷ്യൻ അവിടുന്ന് മുസ്ലിമായി, സ്വഹാബിയായി. ഉടനെ ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, ഇത്രയും നേരം
നേരം ഞാൻ ശത്രുവിന്റെ ഭാഗത്തായിരുന്നു. ഇനി ഞാൻ ഇപ്പുറത്തു നിന്നാൽ എനിക്ക് എന്ത് കിട്ടും നബിയേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിനക്ക് സ്വർഗം കിട്ടും. ഈ രണാങ്കണത്തിൽ നീ ഷഹീദായ സ്വർഗം കിട്ടും. പടച്ചവനെ കേൾക്കേണ്ട താമസമുണ്ടല്ലോ. രണാങ്കണത്തിലേക്ക് കടന്നു പോവുകയാ, അവിടെ വെച്ച് ഷഹീദാവുകയാ, അവിടെ വെച്ച് ഷഹീദാവുകയാ. ജനാസ കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? അമലുഹു ഖലീൽ അജ്റുഹു കസീർ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? ചെയ്തത് ചെറിയ അമലുകൾ മാത്രമാണ്, എങ്കിൽ പ്രതിഫലം വലുതാണ്. ഒരു സുജൂദ് പോലും ചെയ്യാതെ സ്വർഗത്തിൽ പോയ സഹാബിയുടെ ചരിത്രമാ. അതുകൊണ്ട് പെങ്ങളെ, എത്രയോ പേര് ജീവിക്കുന്ന കാലം മുഴുവനും പടച്ചവനെ മറന്നുകൊണ്ട് നടന്നോ. അവസാനം അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നിട്ട് മുസ്ലിമായി മരിച്ചു. പർദയും ധരിച്ച് ഹിജാബും ഇട്ട് തസ്ബീഹും കയ്യിൽ പിടിച്ചിട്ട് എപ്പോഴും 24 മണിക്കൂർ ദിക്ർ പറഞ്ഞു നടന്ന എത്രയോ പെണ്ണുങ്ങളോ തൂങ്ങി മരിച്ചില്ലേ? ആത്മഹത്യ ചെയ്തില്ലേ? ഈമാനില്ലാതെ മരിച്ചില്ലേ? പേടിക്കണം പെങ്ങളെ, പേടിക്കണം പെങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ പള്ളിക്കകത്തേക്ക് കടന്നു ചെന്നപ്പോ സ്വഹാബികൾ അവിടെ നിന്ന് ഒരുമിച്ചിരുന്ന് ചിരിക്കുകയാ. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സ്വഹാബാ, ചെയ്തു വെച്ചിരിക്കുന്ന അമല് കണ്ടിട്ട്, നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മം കണ്ടിട്ട് ഒരുത്തനും നെളിയണ്ട സഹാബാ. വാപ്പാ 40 കൊല്ലം നിസ്കരിച്ചെന്ന് പറഞ്ഞിട്ട് നീ ഞെളിയണ്ട, നീ ഒരുപാട് സദഖ കൊടുത്തവനാണെന്ന് പറഞ്ഞു ഞെളിയണ്ട. പെങ്ങളെ, 40 കൊല്ലം ഞാൻ ഒരുപാട് നന്മ ചെയ്തെന്ന് പറഞ്ഞു നീ വലിയ ആളാകണ്ട. നീ പറഞ്ഞ ഒരു സുബ്ഹാനല്ലാഹ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നിനക്ക് ഉറപ്പില്ലല്ലോ ഉമ്മാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ, നീ ഈമാനുള്ളവളായിട്ടേ മരിക്കാവൂ. അതിനുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ, എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. അല്ലാഹുവേ, പണം തരണേ അല്ലാ, മക്കളെ തരണേ അല്ലാ, ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ, രോഗങ്ങൾ മാറ്റണേ അല്ലാ, കടങ്ങൾ മാറ്റണേ അല്ലാ. എല്ലാവരും അല്ലാഹുവിനോട് തന്റെ ആവശ്യങ്ങൾ മുഴുവനും ചോദിക്കുന്നവരാ. എങ്കിൽ ഇനി മുതൽ ദുആ ചെയ്യുമ്പോ ഒന്നുകൂടെ പ്രത്യേകമായിട്ട് ചോദിക്കണേ. എന്താണ് ചോദിക്കേണ്ടതെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയിൽ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് ചെയ്ത ദുആ എന്തെന്നറിയുമോ? യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അതുകൊണ്ട് ഇനി മുതൽ ദുആ ചെയ്യുമ്പോ ചെറുതാകട്ടെ വലുതാകട്ടെ, ഏത് ദുആ ചെയ്യുമ്പോഴും നീ അല്ലാഹുവിനോട് പറയണം, അല്ലാഹ് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള മരണം തരണേ അല്ലാഹ്, ഈമാനുള്ള മരണം തരണേ അല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യടേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഈമാനുള്ള ഒരു മരണം കിട്ടാൻ, ഈമാനുള്ള ഒരു മരണം കിട്ടാൻ എന്തൊക്കെ നന്മകൾ ചെയ്യാൻ നിനക്ക് കഴിയുമോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നല്ലോ, ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലോ. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ ആഖിബത്ത് നന്നാക്കുമല്ലോ. ഈമാനുള്ള മരണം കിട്ടാൻ
ഈമാനുള്ള മരണം കിട്ടാൻ, ഈമാനോടുകൂടി മരിക്കാനുള്ള വഴികൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ നമുക്ക് അള്ളാഹു നല്ല മരണം നൽകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈമാനോടുകൂടി വേണം നിങ്ങൾ മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. ഇൻഷാല്ലാഹ് ഞാൻ ഇരുന്ന് പറഞ്ഞോട്ടെ, നിങ്ങളൊക്കെ ഇരിക്കും, ഞാൻ ഇരുന്നോട്ടെ. ഇങ്ങോട്ട് കയറി ഇരുന്ന് എല്ലാവരും. സ്റ്റേജിൽ ആരും ഇല്ല, എല്ലാവരും പോയ. മൈക്ക് സെറ്റ് ആരാ ഒന്ന് താഴ്ത്തി വെച്ചാടോ. ഈ 2 മോണിറ്ററും എന്താ വർക്ക് ആവണല്ലേ? ഓഫാക്കിയതാണോ? ഒന്ന് കയറി. തിരക്കുള്ളവരൊക്കെ പെട്ടെന്ന് പോയി കിട്ടി. ആ സമയം കൊണ്ട് ഓടേണ്ടവരൊക്കെ പോയി. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഇങ്ങോട്ട് കയറിയിരിക്കും. ഇൻഷാല്ലാഹ് ഇപ്പോഴല്ലേ ഓടാൻ പറ്റൂ. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റൂ. അസ്റായിൽ വരുമ്പോൾ ഇങ്ങോട്ട് പോകാൻ അവിടെ തന്നെ കിടക്കണമല്ലോ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. വയത് കേൾക്കാൻ പ്രമാണിമാരില്ല, പക്ഷെ നല്ല പ്രാണിയുണ്ട് കേട്ടോ വയത് കേൾക്കാൻ. നല്ല പ്രാണികൾ ഇൻഷാല്ലാഹ് വയത് കേൾക്കാനുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു പറയുകയാ, ആർക്കെങ്കിലും നല്ല മരണം വേണമെങ്കിൽ ഞാൻ തരാം. കഷ്ടപ്പാടൊന്നുമില്ല. നല്ല മരണം ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ തരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. നല്ല മരണം കിട്ടാനുള്ള വഴികൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. എത്രയോ ഖുർആനിന്റെ ആയത്തുകൾ, എത്രയോ ഹദീസുകൾ നമുക്കറിയാം. നല്ല മരണം എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന, ഓശാരമായി കിട്ടുന്ന കാര്യമല്ല, ഓസിന് കിട്ടുന്ന കാര്യമല്ല നല്ല മരണം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അല്ലാഹു നല്ല മരണം കിട്ടൂ, നല്ല മരണം കൊടുക്കൂ. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം, എന്തേപ്പാ രാമന്തളിയിൽ വെള്ളിയാഴ്ച എല്ലാവർക്കും മരിച്ചാൽ പോരെ, എന്തിനാ വെള്ളിയാഴ്ച മരിക്കുന്നവർ വളരെ കുറവാണല്ലോ. വെള്ളിയാഴ്ച ദിവസം മരിക്കുന്നവർ വളരെ കുറവാ. എന്തുകൊണ്ട് ചിന്തിക്കണം നിങ്ങൾ. വെള്ളിയാഴ്ച മരിക്കുന്നവർ വളരെ കുറവാണ്. തുച്ഛമായ ആൾക്കാർ മാത്രമേ വെള്ളിയാഴ്ച ദിവസത്തിൽ മരിക്കാറുള്ളൂ. കാരണം വെള്ളിയാഴ്ച മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഓൻ ഷഹീദിന്റെ കൂലിയാ. 5 നേരം നിസ്കരിച്ച് നടക്കുന്നവർ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു സമ്മാനമാണ് വെള്ളിയാഴ്ചത്തെ മരണം. നീ നോക്കിക്കോ മൈക്ക് സെറ്റൊക്കെ, നീയും പഠിച്ചില്ലേ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കപ്പോ ഓന്റെ അടുത്ത് പറഞ്ഞ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മരണം അള്ളാഹു നമുക്ക് നൽകണം. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആർക്കാ വേണ്ടത് നല്ല മരണം? കൈബുക്ക് വേണ്ടവരൊക്കെ. നല്ല മരണം വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈബുക്ക്. തലേ കൈബുക്കരുത്, പൊക്കണമെങ്കിൽ പൊക്കിക്കോണം. താത്താമാർക്ക് ആർക്കെങ്കിലും വേണോ? നിനക്ക് വേണ്ടേ? നിനക്ക് ശനിയാഴ്ച മരിച്ചാൽ മതിയോ, അതോ തിങ്കളാഴ്ച മരിച്ചാൽ മതിയോ? വെള്ളിയാഴ്ച മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.
അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വേണോ? ബക്കറ്റ് എടുക്ക്. ആദ്യം ആ പണി അങ്ങ് തീരട്ടെ. ബക്കറ്റ് എടുക്ക. അൽഹംദുലില്ലാഹ്. അസ്സദഖത്തു റദ്ദുൽ ബലായ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന്. ചങ്ങായി, നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സമ്പാദ്യമൊക്കെ ഒറ്റ സെക്കൻഡ് കൊണ്ട് തീർക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട്. ഈ രാമന്തളിയിലെ ഏറ്റവും വലിയ സമ്പന്നനെ ഒന്നുമില്ലാത്തവനാക്കിയിട്ട് ഈ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്നിരുത്താൻ അള്ളാഹിക്ക് കഴിവുണ്ട്, മറക്കരുത്. ഒരു ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നാൽ സർവ്വതും തീർന്നു പോകും. എത്രയും സമ്പാദ്യം മുഴുവനും നശിച്ചു പോകും. നീ സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം തന്നാ എന്ത് ചെയ്യും? മരുന്ന് വാങ്ങാൻ വേണ്ടി വിറ്റില്ലേ? വീടും പറമ്പും സർവ്വതും വിറ്റില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് എന്തെങ്കിലും ഒരു പരീക്ഷണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ പേർ നമുക്കറിയാം രോഗികളായി കഴിയുന്നവർ. എട്ടിക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ബിസ്മില്ലാ എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതാ. ഒരുപാട് കാരുണ്യം. എത്ര പ്രാവശ്യം വാഴത്തിന് പോയിട്ടുണ്ട്. ആ പരിപാടിയുടെ എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ നിൽക്കുന്ന ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ്, എന്റെ 2 കിഡ്നിയും ഫെയിലായി. ഉസ്താദ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവ്വതും പ്രയാസത്തിലാ ഉസ്താദ്, ദുആ ചെയ്യണം. അല്ലാഹു സഹോദരൻ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എടാ, ജീവിച്ചിരിക്കുന്ന കാലത്ത് കിഡ്നിയുടെ വില നിനക്കറിയില്ല. അത് പോയി കഴിയുമ്പോ മാറ്റിവെക്കാൻ എത്ര ലക്ഷം രൂപ വേണമെന്നറിയോ? 12-15 ലക്ഷം വേണം അല്ലാഹു തന്ന നിന്റെ ഒരു കിഡ്നി മാറ്റിവെക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, കരളെന്ന് പറയുന്ന നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന കരള്, ആ കരളൊന്ന് മാറ്റിവെക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ലക്ഷങ്ങൾ വേണം. അറിയോ നമുക്ക് വില? അല്ലാഹു തരുമ്പോ അതിന്റെ വില നമുക്കറിയില്ല. കയ്യും കണ്ണും കാലും എന്തൊക്കെ നഷ്ടപ്പെടുമ്പോഴേ നമുക്കതിന്റെ വേദന അറിയൂ. ഒരു സഹോദരൻ വയലിന് വന്നപ്പോ പറഞ്ഞു, ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട മക്കളും കുടുംബവും ഗൾഫിലാണ്. നാളെ ഒരു ദിവസം കൂടെയേ ഉള്ളൂ. നാളത്തെ ദിവസം വിസ അടിച്ച് കിട്ടിയില്ലെങ്കിൽ സർവരും നാട്ടിലേക്ക് വരേണ്ട അവസ്ഥയാ. ഉസ്താദ്, ദുആ ചെയ്യണം. അല്ലാഹു ഈ ശുഹദാക്കളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ആരാ പറഞ്ഞത് രോഗത്തിന് മരുന്നില്ല എന്ന്? മരുന്നുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് മാരക രോഗത്തിനും മരുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് വിപത്തിനെയും തട്ടിമാറ്റാൻ, ഇവിടെ നിറങ്ങി പോകുന്ന വഴിയിൽ ആക്സിഡന്റ് പറ്റാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടിമാറ്റാൻ നീ കൊടുക്കുന്ന സദഖയ്ക്ക് കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പടച്ചവനെ, എന്റെ സർവ്വ പ്രയാസങ്ങളും നീ മാറ്റണം. എനിക്ക് മാരകമായ രോഗങ്ങളുടെ അണുക്കൾ എന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ ചെറിയ സദഖയുടെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണമെന്ന നിയ്യത്തോടെ എല്ലാവരും ഒരു നല്ല സദഖ എടുത്ത് ഒന്ന് പോക്കറ്റി കൈയിട്. അതിന് പൈസ കൊടുക്കണ്ടല്ലോ കൈയിടുന്നതിന്. ഒന്നിട്ട് എന്റെ പേര് റിയാസ്. ചെറുതി കാണിക്കണ്ട. സമാധാനത്തിൽ എല്ലാവരുടെ മുന്നിൽ നിന്ന് മേടിച്ചിട്ട് പോയാൽ മതി. കാരണം നിനക്ക് വീട് കെട്ടാനല്ലല്ലോ. അതുകൊണ്ട് ധൈര്യമായിട്ട് പൊക്കോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, അവനവന്റെ കയ്യിലുള്ളത് കൊടുക്ക്. കയ്യിൽ വെച്ചിട്ട് കൊടുക്കാതിരിക്കരുത്. ഇല്ലാത്തവൻ കൊടുക്കാതിരിക്കുന്നത് പോലെയല്ല പോക്കറ്റിൽ പൈസ വെച്ചിട്ട് കൊടുക്കാത്തവൻ. നിനക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ തലയുടെ മുകളിൽ നിന്നിട്ട് നിനക്കെതിരായി ദുആ ചെയ്യും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ആർക്കാണ് നല്ല മരണം വേണ്ടത്? പെങ്ങളെ, 5 പൈസയുടെ പ്രയാസമില്ലാതെ നിനക്ക് നല്ല മരണം കിട്ടാനുള്ള വഴി അല്ലാഹു പറയുകയാ. ഒരാളും കഷ്ടപ്പെടണ്ട, ഒരാളും ഉറക്കമൊഴിയണ്ട, ഒരാളും പൈസ ചെലവാക്കണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ല മരണം കിട്ടാനുള്ള ഒരു വഴി അല്ലാഹു പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നല്ല മരണം കിട്ടാനുള്ള വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. അല്ലാഹു പറയുകയാണ്, ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം വിളിക്കുമല്ലോ, ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ.
അല്ലാഹുവിന്റെ പള്ളിയുടെ വിരാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം വിളിക്കുമല്ലോ. ആ 5 നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിനക്കൊന്ന് നമസ്കരിക്കാൻ പറ്റുമോ? നിനക്കൊന്ന് നമസ്കരിക്കാൻ കഴിയുമോ? ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിയിൽ വന്നിട്ട് നിനക്കൊരു 5 നേരം നിസ്കരിക്കാൻ പറ്റുമോ? പെങ്ങളെ, എന്ത് ജോലിയാണെങ്കിലും എത്ര വലിയ തിരക്കാണെങ്കിലും അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നിനക്കൊന്ന് നമസ്കരിക്കാൻ കഴിയുമോ? ആരെങ്കിലും 5 നേരം നിസ്കരിച്ചാൽ അവർക്ക് ഞാൻ നല്ല മരണം കൊടുക്കുമെന്ന് ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് പറയുകയാ. അല്ലാഹു പറയുന്നു 5 നേരം നിസ്കരിച്ചാൽ മതി. പൈസ ചെലവുണ്ടോ? ഉറക്കം ഒഴിയണോ? കഷ്ടപ്പാടുണ്ടോ? ഒന്നുമില്ല. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയം നിങ്ങൾ വന്ന് നിസ്കരിച്ചാൽ മതി. ഒരു 25 മിനിറ്റ് അല്ലാഹുക്ക് മാറ്റിവെച്ചാൽ മതി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് അതുപോലും ചെയ്യാൻ മടിയല്ലേ? അതുപോലും നമുക്ക് ചെയ്യാൻ 25 മിനിറ്റ് ഒരുമിച്ചെടുക്കാൻ നിന്റെ കയ്യിൽ സമയമില്ല. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു 5 സമയമാക്കി. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിങ്ങൾ നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ. നിങ്ങൾ എല്ലാവരും നിസ്കരിക്കുന്നവരാ. എങ്ങനെ നിസ്കരിക്കുന്നവർ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. അല്ലാഹു പറഞ്ഞു, നിസ്കരിക്കുന്നവർ നരകത്തിലാ. നിസ്കരിക്കുന്നവർ നരകത്തിലാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് മുഴുവനും നിസ്കരിക്കുന്നവരാ. എപ്പോ? അല്ലാഹുവേ, പള്ളിയിൽ നിന്ന് 12:30 മുമ്പ് ലുഹറിന്റെ ബാങ്ക് വിളിക്കും. 12:30 മുമ്പ് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ലുഹറിന്റെ ബാങ്ക് വിളിക്കും. ഏത് പെണ്ണാ 12:30 നിസ്കരിക്കുന്നത്? ഒന്ന് എഴുന്നേറ്റ് എനിക്ക് പറ്റുന്ന ഏത് പെണ്ണാണ് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ലുഹറിന് ബാങ്ക് വിളിക്കുന്ന സമയം ഈ ഇരിക്കുന്ന 100 കണക്കിന് പെണ്ണുങ്ങളിൽ ഏത് പെണ്ണാണ് നിസ്കരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിസ്കരിക്കും. പച്ചക്കറി അരിയണം, മീൻ വെക്കണം, പാത്രം കഴുകണം, ചോറ് വെക്കണം, കറി വെക്കണം. എല്ലാം കഴിഞ്ഞു കുളിച്ചൊരുങ്ങി ഒരു 3 മണി 3:30 ആകുമ്പോൾ ഈ ഒരു നിസ്കാരം ഉണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനാ നിസ്കരിക്കണേ? ഏത് മദ്ഹബാനി പിൻപറ്റുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അവിടെന്ന് പറഞ്ഞു, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അല്ലാഹു സമയം നിശ്ചയിച്ചിട്ടില്ലേ പെങ്ങളെ? എന്തിനാ ളുഹറിന് 12:30 ബാങ്ക് വിളിക്കുന്നത്? അസറിന്റെ സമയം 3:30, 3:45, 4 മണിക്ക് മുമ്പ് ബാങ്ക് വിളിക്കുന്നത്? ഓരോ സമയം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. നിനക്ക് തോന്നുന്ന സമയത്ത് നിസ്കരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ബാങ്ക് വിളിക്കുന്നത്? നിനക്ക് സമയമില്ല. അപ്പൊ നീ പറയൂ, ഉസ്താദേ, മീൻ പറ്റിയില്ലേ? മീൻ പറ്റിയാൽ എന്താ കുളി നിർബന്ധമാ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മീൻ പറ്റിയാൽ കുളി നിർബന്ധമാ? അല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തിരി കരി പറ്റിയാൽ കരി കഴുകിയിട്ട് കുളിക്കണം. വിയർത്തോ? വിയർപ്പ് കഴുകിക്കളാം. വിയർത്താൽ വിയർപ്പ് കഴുകി കളഞ്ഞിട്ട് നീ കുളിക്കണമെന്ന് പഠിച്ചില്ലല്ലോ. നിസ്കാരം തടയുന്ന വസ്തുക്കളിൽ പെട്ടതല്ലല്ലോ വിയർപ്പ്. കരി നിസ്കാരം തടയുന്ന കാര്യമല്ലല്ലോ. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ ജോലികൾ മാറ്റിവെച്ചിട്ട് നീ ഓടിച്ചെന്ന് കൈകാലുകൾ കഴുകിയിട്ട് നിസ്കരിക്ക്. അവ്വല് വഖത്തിൽ നിസ്കരിക്ക്. അല്ലാഹു നിന്റെ ആഖിബത്ത് നന്നാക്കി തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാ. വെള്ളിയാഴ്ച ഉസ്താദ് ഖുതുബ ഓതി തീരാറാകുമ്പോ പള്ളി വരുന്ന ആൾക്കാരാ നമ്മള്. ഉസ്താദ് എപ്പോഴാണോ പള്ളിയിൽ 2ാമത്തെ ഖുതുബ തീരുന്നത്, ആ ഖുതുബ തീരുന്ന സമയത്ത് പള്ളിയിൽ വരുന്നവരാ നമ്മൾ പലരും. ഉസ്താദ് സലാം വിട്ടുമ്പോ ഓടുന്നു. സലാത്ത് പറഞ്ഞ അവിടെ റോഡിൽ നിന്നിട്ട് തിരക്ക്, വല്ലാത്ത തിരക്കാ നമുക്ക്. ഇപ്പൊ കൊറോണ വന്നതിന് ശേഷം പള്ളിക്കകത്ത് തന്നെ പോകാറില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. കൊറോണ വന്നതിന് ശേഷം പള്ളി തന്നെ ഇല്ല. പടച്ചോനെ, നീണ്ടുപോയാൽ ഇപ്പൊ 3ാമത്തെ വാർഷികമായി, ഇനിയും വാർഷികം വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കണേ. കൊറോണ ഇങ്ങനെ മാറി മാറി 3 കഴിഞ്ഞിന് 4ാം തരംഗം, 5ാം തരംഗം, 6ാം തരംഗം, ഇങ്ങനെ തരംഗങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ. നമുക്ക് നിസ്കരിക്കാൻ മടിയാ. എന്നിട്ട് പറയും, എനിക്ക് ഈമാനുള്ള മരണം വേണം. പടച്ച റബ്ബ് തരും, കാത്തിരുന്ന നീ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരടാ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ അധികം പേരും ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന എത്ര പേരാ പള്ളിയിൽ വരുന്നത്? നീ വീട്ടിൽ നിസ്കരിക്കും. നിനക്ക് എന്ത് വീട്ടിൽ നിസ്കാരം? ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളിയുടെ അടുത്ത് കിടക്കുന്നവർക്ക് പള്ളിയിലെ ജമാഅത്തുള്ളൂ, വീട്ടിൽ ജമാഅത്തില്ല. പള്ളിയുടെ അടുത്ത് കിടക്കുന്നവർക്ക് പള്ളിയിലെ നിസ്കാരമുള്ളൂ, ജമാഅത്ത് വീട്ടിലില്ല.
അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയേ, ഈ പള്ളിയുടെ അടുത്ത് കിടക്കണവരാരാ? പള്ളിയുടെ അയൽവാസി ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുന്ന ശബ്ദം ആരുടെയൊക്കെ വീട്ടിൽ കേൾക്കുന്നുണ്ടോ അവരെവിടെ വരണം? പള്ളിയിൽ തന്നെ വരണം. നിന്നെ അവസാനം ഇവിടെ കൊണ്ടുവരും, കബറടക്കാൻ മാത്രം. നീ വരൂല, നിസ്കരിക്കാൻ വരൂല, അല്ലാന്റെ പള്ളിയിലേക്ക് ബാങ്ക് വിളിച്ചാ വരൂല, നിസ്കരിക്കാൻ വരൂല. പക്ഷെ നിന്നെ അവസാനം ഒരുത്ത കൊണ്ടുവരും. നിന്നെ അല്ലാഹ് ആരാ കൊണ്ടുവരും? നിന്നെ ഇവിടെ നിന്റെ മക്കള് തന്നെ പൊതിഞ്ഞു കെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടും. അല്ലാഹ് അന്ന് നിനക്ക് അല്ലാഹ് തിരിച്ചു കാണിച്ചു തരും അല്ലാഹ് ആരാന്ന്. ഈ പള്ളിയുടെ പറമ്പിൽ കൊണ്ടുവന്ന് കുഴിച്ചിടുന്ന ദിവസം അല്ലാഹ് നിനക്ക് കാണിച്ചു തരും അല്ലാഹ് ആരാണെന്ന്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നിനക്കൊക്കെ പൈസയും മതി, കുറെ കച്ചവടം ഉണ്ടാക്കണം, കട ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം. ആരാടാ പണം തന്നത്? അല്ലാഹടാ. ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹ്ക്ക് തരാൻ മാത്രമല്ല അറിയണത്, നിന്നെ കൊണ്ട് തെണ്ടിപ്പിക്കാനും അല്ലാഹ്ക്ക് അറിയാം. നീ ചെയ്യിപ്പിക്കരുത് റബ്ബിനെ കൊണ്ട്. അല്ലാഹുവിനെ തരാനും അറിയാം, നിന്നെ കോടീശ്വരനായി ഈ നാട്ടിലെ രാമന്തളിയിലെ രാജാവാക്കി നിന്നെ വാഴ്ത്താനും അല്ലാഹ്ക്ക് അറിയാം. വെള്ളിയാഴ്ച ബക്കറ്റും കൊണ്ട് പള്ളിയുടെ മുന്നിൽ നിന്റെ മക്കളെ, നിന്റെ ഭാര്യയെ കൊണ്ടുവന്നിരുത്താനും പടച്ച റബ്ബിനറിയാം. നീ ഓർത്തു വെച്ചോ, നീ കളിക്കണം അല്ലാഹയോടാ. ഒരു നായിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്താൽ നന്ദി കാണിക്കുന്നത്. ഒരു നായിക്ക് കുടിക്കാൻ തൊട്ട 7 വെള്ളത്തിൽ കഴുകണമെന്ന ആ നായിക്ക് ഇത്തിരി വെള്ളം കൊടുത്താൽ അത് നന്ദി കാണിക്കും. നിന്നെ എവിടെ വെച്ച് കണ്ടാലും വാലാട്ട്. കാരണം നന്ദിയുള്ള ജീവിയാ. പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പന്നിയോട് ചോദിക്കും, നിനക്ക് വല്ല പരാതിയുണ്ടോ? നമുക്ക് പന്നീന്ന് കേൾക്കുമ്പോഴേ മുഖം ചുളിയുന്നു. പന്നിയോട് അല്ലാഹു ചോദിക്കും, നിനക്ക് വല്ല പരാതിയുണ്ടോ? ഒരു പരാതിയുണ്ട് പടച്ചോനെ. എന്തേ? അല്ലാഹുവേ, ഒരു മുസ്ലിമിന് എന്നെ തൊടാൻ പറ്റത്തില്ലല്ലോ, ഒരു മുസ്ലിമിന്റെ ശരീരത്തെ തൊടില്ലല്ലോ, ഒരു മുസ്ലിമിന് എന്റെ ഇറച്ചി തിന്നാൻ പറ്റില്ലല്ലോ. എനിക്കതിലൊരു വിഷമമുണ്ട് പടച്ചവനെ, എനിക്കതിലൊരു വിഷമമുണ്ട് പടച്ചവനെ. എന്നാലും അൽഹംദുലില്ലാഹ്, നിസ്കരിക്കാത്ത ഒരു മനുഷ്യനായിട്ട് എന്നെ സൃഷ്ടിച്ചില്ലല്ലോ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പന്നി എന്താ പറയണേ? ഒരു മുസ്ലിം എന്റെ ശരീരത്ത് തൊടില്ല, ഒരു മുസ്ലിം എന്റെ ഇറച്ചി തിന്നൂല, തിന്നാൻ പാടില്ല എന്ന് നീ വിലക്കി. അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട് പടച്ചവനെ. എന്നാലും അൽഹംദുലില്ലാഹ്, എനിക്ക് സന്തോഷമുള്ള എന്താ? നിസ്കരിക്കാതെ നടക്കണ ഒരു അബൂബക്കറാക്കി എന്നെ നീ സൃഷ്ടിച്ചില്ലല്ലോ. പന്നി പോലും പറയും മനുഷ്യ, ആ വില പോലും നമുക്കൊന്നുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് മടിയാ, നമുക്ക് നിസ്കരിക്കാൻ മടി. പെങ്ങളെ സുജൂദ് ചെയ്യാൻ വയ്യ. കസേരകളി നടക്കണ കാലം, കസേരകളി, പള്ളിക്കകത്ത് കസേരകളി, ഓണത്തിന് പരിപാടി നടക്കുന്നത് പോലെ സുജൂദ് ചെയ്യാൻ വയ്യ. 2000-ന്റെ നോട്ട് വെതറിയിട്ട് എടുക്കാൻ കസേര ഇരിക്കണ വാപ്പ ആദ്യം താഴെ വിടും വരാൻ. പള്ളി വന്നു കഴിഞ്ഞാൽ ഒരു കസേര എടുക്ക്, കയറി മൂലയിലിരിക്കും. സുജൂദ് ചെയ്യാൻ വയ്യ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, നിസ്കരിക്കട. അല്ലാഹ് തരുന്ന പ്രതിഫലം വല്ല നിനക്കറിയോ? നീ പോയിട്ട് മരയ്ക്കാരും കുറുപ്പും കണ്ണൂടെ നടന്നിട്ട് ഒരു കാര്യമില്ല. പോയിട്ട് കുറെ പൈസ കളയാനല്ലാതെ ഒരു പ്രയോജനമില്ല. എന്താ പറയാ, പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ഓരോരുത്തർ പോയിട്ട് വന്നിട്ട് നാലിച്ചേക്ക് എല്ലാം ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾക്ക് ഞാൻ ചരിത്രം പറഞ്ഞുതരാം. എന്തിനാ പോയിട്ട് സിനിമ കാണുന്നത്? മനോഹരമായ ചരിത്രങ്ങൾ, ഇത്ര രസിപ്പിക്കുന്ന ഇതുപോലെ ഒരാൾക്കും എന്റെ പൊന്നുമക്കളെ പറയാൻ കഴിയില്ല. അത്രയ്ക്കും മനോഹരമായ ചരിത്രങ്ങളില്ലേ നിന്റെ ദീനില്. എന്താ പഠിക്കാത്ത നിന്റെ മുൻഗാമികൾ? കള്ളക്കഥയൊന്നുമല്ലല്ലോ, എവിടെന്നെങ്കിലും കള്ളക്കഥ എഴുതി വെച്ചിരിക്കണമല്ലോ. മനോഹരമായ ഒരു ചരിത്രം പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, പഠിക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ബോറടിക്കണുണ്ടോ? അപ്പൊ അല്ലാഹു പറയുകയാ, 5 നേരം നിസ്കരിച്ച നല്ല മരണം അല്ലാഹു നൽകും. അല്ലാഹു നൽകുമാറാകട്ടെ. പക്ഷെ നിസ്കരിക്കൂലേ? ഉറക്കപ്പറ നിസ്കരിക്കൂലേ? നിങ്ങൾ മാത്രം നിസ്കരിച്ചാ മതിയോ? നിങ്ങൾ മാത്രം നിസ്കരിച്ചാ മതിയോ? ആര് കൂടെ നിസ്കരിക്കണം? നിങ്ങളുടെ മക്കൾ നിസ്കരിക്കണം, നിങ്ങളുടെ ഭാര്യ നിസ്കരിക്കണം. നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോയാ പോരാ. നീയും രക്ഷപ്പെടണം, നിന്റെ ഭാര്യയും മക്കളെയും നീ സ്വർഗത്തിൽ കൊണ്ടുപോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.